ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പിന്നെ +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യ 1950 to 1990 അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിൽ ഈ കാലഘട്ടത്തിൽ 1950 to 1990 അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. യു ഹാവ് ലേൺഡ് ഇൻ ചാപ്റ്റർ 1 ദാറ്റ് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ there was neither growth nor equity in the agriculture sector. നമുക്കറിയാം, ഒന്നാമത്തെ അധ്യായത്തിൽ 1947 മുൻപുള്ള കാലത്ത് ഇവിടെ അഗ്രികൾച്ചർ സെക്ടറിൽ യാതൊരു വളർച്ചയും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, യാതൊരു നീതിയും അവിടെ നടപ്പാക്കിയിരുന്നില്ല. നെയ്തർ ഗ്രോത്ത് നോർ ഈക്വിറ്റി ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ പോളിസി മേക്കേഴ്സ് ഗ്രോത്ത് വിത്ത് ഈക്വിറ്റി അഗ്രികൾച്ചർ സെക്ടറിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈക്വിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ലാൻഡ് റിഫോംസും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ റെവല്യൂഷനും നടപ്പാക്കി. ഇങ്ങനെ ഈ ഭാഗം മാത്രമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ 1950 to 1990 എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. The policy makers of independent India had to address these issues which they did through land reforms and promoting the use of high yielding variety HYV seeds, which ushered in a revolution in Indian agriculture. അപ്പോൾ ഈ ലാൻഡ് റിഫോംസും പിന്നെ ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതും നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ ലാൻഡ് റിഫോംസിനെ പറ്റിയിട്ട് പറയുകയാണ്. At the time of independence, the land tenure system was characterized by intermediaries who merely collected rent from the actual tillers of the soil without contributing towards improvements on the farm. അപ്പം നമ്മൾക്കറിയാം, പിന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപ് പിന്നെ ബ്രിട്ടീഷുകാരുടെ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എങ്ങനെയായിരുന്നു? ലാൻഡൊക്കെ ആർക്കാണ്? ജമീന്ദാസിന് കൊടുത്ത് ജമീന്ദാസ് അതിന്ന് ടാക്സ് പിരിച്ചിട്ട് ആർക്ക് അടയ്ക്കും? ഗവൺമെൻറ്റിന് അടയ്ക്കും. അങ്ങനെയായിരുന്നു 1947 മുൻപ്. അതായത് ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ഇത് നമ്മുടെ വളരെ മോശമായി, നമ്മുടെ കൃഷിയെ വളരെ മോശമായി ബാധിച്ചു. കാരണം ഈ ജമീന്ദാസ് ഈ കൃഷിഭൂമിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടോ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടോ യാതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഫോണിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നത് അറ്റൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിന്നെ ജമീന്ദാസിനും ജാഗീർദാസിനൊക്കെ അവരുടെ ലാൻഡിൽ നിന്ന് അവർക്ക് പൈസ കിട്ടണം, ലാഭം കിട്ടണം. അപ്പോൾ അവർ ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുന്ന നികുതിൻ്റെ ഇരട്ടി പൈസ അവർ കർഷകരിൽ നിന്നും ഈടാക്കും. ഈ പിന്നെ പൈസ ഈടാക്കുക അല്ലെങ്കിൽ ടാക്സ് ഈടാക്കുക എന്നുള്ള ജോലി മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവരവരുടെ ഭൂമി നന്നാക്കാനോ ഭൂമിയുടെ ഫെർട്ടിലിറ്റി, അതായത് ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനോ കൃഷി നല്ല രീതിയിൽ നടത്താനോ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിലോ ഒന്നിലും ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല? ജമീന്ദാസിനും ജാഗീർദാസിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കർഷകനോ, അതിൽ കൃഷി ചെയ്യുന്ന കർഷകനോ അവർക്കറിയാം, അവരെത്ര ബുദ്ധിമുട്ടിയാലും അവരുടെ കയ്യിലൊന്നും കിട്ടൂല. അതൊക്കെ ആരും എടുത്തുകൊണ്ടുപോകും? ജമീന്ദാസ് എടുത്തുകൊണ്ടുപോകും. എത്ര ബുദ്ധിമുട്ടി പുതിയ സാങ്കേതിക വിദ്യയും വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്താലും ആ കൃഷി ചെയ്യുന്നതിൻ്റെ പകുതി മുക്കാൽ ഭാഗം ജമീന്ദാസ് എടുത്തുകൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അവരും നിരാശരായിരുന്നു. അവരും ഈ ഭൂമി നന്നാക്കാനോ കൃഷി നന്നാക്കാനോ ഒന്നും അവരും മെനക്കെട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ കാർഷിക മേഖലയിൽ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വളരെ കുറയും. ദ ലോ പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഫോഴ്സ്ഡ് ഇന്ത്യ ടു ഇമ്പോർട്ട് ഫുഡ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അങ്ങനെ ഇവിടുത്തെ ഈ കുറഞ്ഞ ഉൽപാദനക്ഷമത കാരണം പല പ്രാവശ്യം ഇന്ത്യക്ക് എവിടെ നിന്ന് ഭക്ഷ്യധാന്യം ഇറക്കുമതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. Equity in agriculture called for land reforms, which primarily referred to change the ownership of land holdings. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ
പിന്നെ കാർഷിക മേഖലയിൽ നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് റിഫോംസ് കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. അപ്പം അത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള ഒരു പോയിന്റും കൂടിയായിരുന്നു, ലാൻഡ് റിഫോംസ് ഇക്വിറ്റി വരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ലാൻഡ് റിഫോംസ് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. അപ്പം ഇനി എന്താണ് ലാൻഡ് റിഫോംസ് എന്നാണ് പറയുന്നത്? അതിന് മുൻപ് ഇവിടെ ബോക്സിൽ കൊടുത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അതായത് ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നല്ല രീതിയിൽ, ഇപ്പം നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 10 സെൻറ്റ് സ്ഥലം നല്ല രീതിയിൽ പിന്നെ ഉപയോഗിക്കും. അത് വളരെ വൃത്തിയായിട്ട് വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കും, അവിടെ കൃഷി ചെയ്യും, ആ കൃഷിക്ക് വേണ്ട പിന്നെ വളങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വേറെ ആരെങ്കിലും, നിങ്ങളിപ്പം പറയണം ആരെങ്കിലും പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ ലാൻഡ്, ഒരു പുറമ്പോക്ക് ഭൂമി, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമ്മളത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മളതിൽ നന്നായിട്ട് അധ്വാനിക്കും, നമ്മളതിനെ നല്ലപോലെ നോക്കും. അല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്, എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുക, ഒരു വലിയൊരു ഭൂമി കൊടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്നും കിട്ടുമൊന്നുമില്ല, എല്ലാം ഈക്വലായിട്ട് എല്ലാവരും എടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ പ്രയത്നം അത് അവിടെ വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് പ്രയത്നിക്കാനുള്ള, നമുക്ക് അധ്വാനിച്ച് നമ്മൾ വിചാരിക്കും ഞാൻ മാത്രം അധ്വാനിച്ചിട്ട് എന്തിനാ കാര്യം, ബാക്കിയുള്ളവരെല്ലാവരും ഇല്ലേ. ഇപ്പം ഇവിടുത്തെ കർഷകന്റെ കാര്യത്തിൽ കർഷകൻ എന്താ വിചാരിച്ചാൽ ഞാൻ അധ്വാനിച്ചിട്ട് എന്താ കാര്യം, സെമീന്ദാരെല്ലാം എടുത്തുകൊണ്ടു. അപ്പം അതിനൊരു എക്സാമ്പിൾ ഇവർ പറഞ്ഞത് അതാണ് മുകളിലുള്ള ബോക്സിലുള്ളത്. നമ്മുടെ സോവിയറ്റ് യൂണിയനിലുള്ള ഫാമേഴ്സ് വളരെ ഉദാസീനരായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സോഷ്യലിസ്റ്റ് ആണ്. എത്ര അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും അധ്വാനിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ളത് ഗവൺമെന്റ് കൊടുക്കും. അപ്പോൾ അവർ വളരെ ഉദാസീനരായിരുന്നു എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഫാമേഴ്സ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ അവർ പറയുകയാണ്, ഫ്രൂട്ട്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ അവരെന്തും ചെയ്യും, ചീഞ്ഞ പഴങ്ങളും കയറ്റി അയക്കുക. അപ്പം ചീഞ്ഞത്, നല്ല ഫ്രൂട്ട്സിൻ്റെ കൂടെ ചീഞ്ഞത് ഇട്ടാലും മൊത്തം ചീഞ്ഞു പോകുന്ന എല്ലാവർക്കും അറിയുന്ന, ഏതൊരു കർഷകനോ അറിയുന്നതായിട്ട് പോലും അവരങ്ങനെ ചെയ്യും. കാരണം അവർ വിചാരിക്കുന്ന എന്താ, ഇത് എനിക്കിതിനൊരു ബാധ്യതയില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഞാൻ ആ ബോക്സിലുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും എപ്പോഴാണ്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതാണ് ഇവിടെ ലാൻഡ് റിഫോംസ് നടത്തിയിട്ട് ലാൻഡൊക്കെ കർഷകർക്ക്, പിന്നെ ആരാണോ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, ആരാണോ ടില്ലേഴ്സ്, അവർക്ക് കൊടുക്കണം. ടില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാമേഴ്സ്, പ്രസൻസ്, കർഷകർക്ക് അത് തിരിച്ച് കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയത്. ജസ്റ്റ് എ ഇയർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റെപ്സ് were taken to abolish intermediaries and to make the tillers the owners of the land. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് വേണ്ട നടപടികൾ, ഈ മധ്യവർത്തികളായ ജമീന്ദാർമാരെയും ഒക്കെ മാറ്റിയിട്ട് കർഷകർക്ക് ഭൂമി കൊടുക്കേണ്ട നടപടിയിലേക്ക് ഗവൺമെന്റ് കടന്നു. The idea behind this move was The idea behind this move was that ownership of land would give incentives to the tillers to invest in making improvements provided sufficient capital was made available to them. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ എന്താണ്, ഇവർക്ക് കർഷകർക്ക് സ്വന്തം ഭൂമി ലഭിച്ചാൽ അവരതിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച്, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി നടത്തും എന്നതായിരുന്നു ഈ ലാൻഡ് റിഫോംസിൻ്റെ പിന്നിലുള്ള ഐഡിയ. ഇനി രണ്ടാമത്തെ ലാൻഡ് റിഫോംസിന്റെ കൂടെ തന്നെ, അതായത് മധ്യവർത്തികളെ ഒഴിവാക്കുക എന്നതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ഐഡിയ ഉണ്ട്. അതെന്താണ്, ലാൻഡ് സീലിംഗ്. എന്താണ് ലാൻഡ് സീലിംഗ്? വാസ് അനദർ പോളിസി ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ഷൻ. അഗ്രികൾച്ചറിൽ പിന്നെ ഇക്വിറ്റി, നീതി നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത അടുത്തൊരു നടപടിയായിരുന്നു ലാൻഡ് സീലിംഗ്. ദിസ് മീൻസ് ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാൻഡ് സീലിംഗ് എന്ന് വിളിക്കുന്നത്. ദ പേർപ്പസ് ഓഫ് ലാൻഡ് സീലിംഗ് വാസ് ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്.
അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്? അതായത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഭൂമി മുഴുവൻ കേന്ദ്രീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് സീലിംഗ് നടപ്പാക്കിയത്. അത് മാത്രമല്ല, ലാൻഡ് സീലിംഗ് നടപ്പാക്കിയാൽ അതിലൂടെ കിട്ടുന്ന അത് മാത്രമല്ല, ഈ ലാൻഡ് സീലിങ്ങിലൂടെ കിട്ടുന്ന എക്സസ് ലാൻഡ് പിന്നെ ലാൻഡ്ലെസ് ലേബറേഴ്സിന് കൊടുക്കാം. ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, ഭൂമിയില്ലാത്ത കാർഷിക തൊഴിലാളികൾക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇനി ദ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് meant that some 200 lakh tenants came into direct contact with the government. They were thus freed from being exploited by the zamindars. അപ്പം ഈ ഒരു അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസിലൂടെ അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കിയതോടെ ഏകദേശം 200 ലക്ഷം കർഷകർക്ക് സ്വന്തമായ കൃഷിഭൂമി കിട്ടി. ജമീന്ദാർമാർ ഒഴിവായി. The ownership conferred on tenants gave them incentive to increase output and this contributed to growth in agriculture. സ്വന്തമായിട്ട് ഭൂമി കിട്ടിയപ്പോൾ കർഷകരെല്ലാം അതിൽ നല്ല പോലെ അധ്വാനിക്കാനും നല്ല നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്രികൾച്ചറിൽ ഗ്രോത്ത് ഉണ്ടായി, അഗ്രികൾച്ചറിൽ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടായി. പക്ഷേ ഈ നിയമങ്ങൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൗവർ, അത് അടുത്ത പോയിന്റായിട്ട് എഴുതേണ്ടതാണ്. ദ ഗോൾ ഓഫ് ഇക്വിറ്റി വാസ് നോട്ട് ഫുള്ളി സെർവ്ഡ് ബൈ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. ഇൻ സം ഏരിയാസ് ദ ഫോർമർ ജമീന്ദാർസ് continued to own large areas of land by making use of some loopholes in the legislation. There were cases where tenants were evicted and the landowners claimed to be self-cultivators, claiming ownership of the land. ഈ ജമീന്ദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഏറ്റവും സമൂഹത്തിലെ ഉന്നത വർഗമാണ്, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, ശക്തരാണ്, സമ്പന്നരാണ്. അപ്പം അവർ ഇത് ആവാതിരിക്കാൻ, ഈ നിയമം നടപ്പാവാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു. നിയമത്തിലുള്ള പല പഴുതുകളും ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ട് അവർ കേസൊക്കെ കൊടുത്ത് പിന്നെ ആ ലാൻഡ് പിന്നെ ടെനൻസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. മാത്രമല്ല, ടെനൻസിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയും ചെറിയ പൈസയൊക്കെ കൊടുത്തിയും ഒക്കെ ടെനൻസിനെ അവിടെ നിന്ന് ഒഴിവാക്കി. ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആക്ച്വൽ ടില്ലേഴ്സ്, ശരിയായ കർഷകർ ഞങ്ങൾ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. ആൻഡ് ഈവൻ വെൻ ദ ടില്ലേഴ്സ്, അടുത്ത പോയിന്റായിട്ട് പറയേണ്ടതാണ്, വെൻ ടില്ലേഴ്സ് ഗോട്ട് ownership of land, the poorest of agricultural laborers such as sharecroppers and landless laborers did not benefit from land reforms. കുറേയൊക്കെ ടെനൻസിന് ഇത് ലഭിച്ചെങ്കിലും ഈ ടെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ആരാണോ പാട്ടം കൊടുത്ത് കൃഷി ചെയ്യുന്ന ആള്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെനൻസ് എന്ന് പറയുന്നത്. കുറേയൊക്കെ ടെനൻസിന് സ്വന്തം ഭൂമി ലഭിച്ചെങ്കിലും പിന്നെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഉണ്ടാവും, കർഷക തൊഴിലാളികൾ, ലാൻഡ്ലെസ് ആയിട്ടുള്ള ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഈ നിയമം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. ഇനി ലാൻഡ് സീലിംഗിൻ്റെ ആ ലാൻഡ് സീലിംഗ് നിയമത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത്. The land ceiling legislation also faced hurdles. അതിലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. The big landlords challenged the legislation in the courts, delaying its implementation. They used this delay to register their lands in the name of close relatives, thereby escaping from the legislation. അപ്പോൾ അവരെന്താ ചെയ്തത്? ഈ ബിഗ് ലാൻഡ് ലോഡ്സ് ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. അപ്പോൾ ഇങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്തത് ഇത് പിന്നെ എന്താ പറയുക, സ്റ്റേ ഓർഡർ ഒക്കെ വാങ്ങി നിയമം നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്തുകയും ആ കിട്ടിയ സമയം കൊണ്ട് അവരുടെ പേരിലുള്ള ഭൂമി മുഴുവൻ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ പേരിൽ ആക്കി മാറ്റുകയും അങ്ങനെ ഈ ലാൻഡ് സീലിംഗ് ആക്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. The legislation also had a lot of loopholes. Loopholes എന്ന് പറഞ്ഞാൽ എന്താ? പഴുതുകൾ. Which were exploited by the big landholders to retain their land. ഈ നിയമത്തിന് ഒരുപാട് ലൂപ്പ്ഹോൾസ്, പഴുതുകൾ ഉണ്ടായിരുന്നു. ആ പഴുതുകൾ ഉപയോഗിച്ച് ഒരുപാട് പേര്, ബിഗ് ലാൻഡ് ഹോൾഡേഴ്സ്, ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടു. Land reforms were successful in Kerala and West Bengal because these states had government committed to the policy of land to the tiller. ഈ
ഈ ലാൻഡ് റിഫോംസ് വിജയകരമായി നടപ്പിലാക്കിയ രണ്ട് സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാളും കേരളയും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് പിന്നെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലുമുള്ള ഗവൺമെൻറ്, ആ സമയത്തുണ്ടായിരുന്ന ഗവൺമെൻറ് ഇതിനെ അനുകൂലിക്കുന്ന ഗവൺമെൻറ് ആയിരുന്നു. അതായത് ഭൂമി കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യത്തെ അനുകൂലിക്കുന്ന ഗവൺമെൻറ്റുകളായതുകൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ റിഫോംസ് നടപ്പിലായി. Unfortunately, other states did not have the same level of commitment and vast inequality in landholding continued to this day. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഈ നിയമങ്ങളൊന്നും നടപ്പായിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ലാൻഡ് റിഫോംസിനെ പറ്റിയിട്ട് ഒരു എസ്സേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ ഓർത്ത്